മറ്റൊരു കാര്യം, സാധാരണഗതിയിൽ മലം വെളി പോകും, പ്രഷറുണ്ട്, യൂറിൻ പോകും. ഇദ്ദേഹത്തിന് ഇത് പോയിട്ടുണ്ടോ എന്ന് നോക്കേണ്ടിയിരിക്കുന്നു. അതേസമയത്ത് അദ്ദേഹത്തിന് സെമൻ പോയിട്ടുണ്ടോ എന്ന് നോക്കണം. ഇതൊക്കെ സാധാരണ ഒരു സൂയിസൈഡിന് അത് കാണുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അത് ഇവിടെ അതേപ്പറ്റി ഒന്നും ഇതുവരെ ആരും വെളി പറയുന്നില്ല, പോസ്റ്റ്മോർട്ടം വെളി കാണിക്കുന്നില്ല, അത് സീക്രട്ടായിട്ട് വെച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ സിംറ്റംസ് ഒക്കെ കാണിക്കുന്നുണ്ടോ ഇല്ലെന്നുണ്ടെങ്കിൽ അൺകോൺഷ്യസ് ആയിട്ട് കിടന്ന ഒരാളെ തൂക്കിയതാണോ എന്നൊരു സംശയം വരുന്ന കാര്യം അവിടെയാണ്. നമസ്കാരം. നവീൻ ബാബു, ADM നവീൻ ബാബു മരണപ്പെട്ടിട്ട് ഏതാണ്ട് 1.5 മാസമായി. ഇതുവരെയ്ക്കായിട്ടും അതിന് ഒരു പുരോഗതിയും കാണുന്നില്ല. മനസ്സിലായോ? അവിടെ അതായത് പോലീസുകാർ ഇപ്പോഴും ഒരു മുൻവിധിയോട് കൂടെയാണ് ഈ കേസിനെ സമീപിക്കുന്നത്. ഇതൊരു ആത്മഹത്യയാണ് എന്നുള്ളൊരു മുൻവിധിയോടുകൂടി, അല്ലെങ്കിൽ ആത്മഹത്യ ആക്കി തീർക്കാൻ വേണ്ടിയിട്ട് പോലീസൊക്കെ പഠിച്ച പണി 18 നോക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ മുമ്പേ പറഞ്ഞിട്ടുണ്ട്, ഇത് നമ്മുടെ ഒരു കോമൺ സെൻസ് വെച്ച് ചിന്തിച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഒരു ആത്മഹത്യ ആവാനുള്ള ചാൻസ് വളരെ വളരെ കുറവാണ്. കാരണം ഈ PP ദിവ്യ എന്ന് പറയുന്ന നരഭോജി എന്ത് ചെയ്തു, വന്നു, അവർക്ക് വായി തോന്നണയൊക്കെ വിളിച്ചു പറഞ്ഞു, അതിൻ്റെ സങ്കടവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അയാൾക്ക് ആത്മഹത്യ ചെയ്യണമെങ്കിൽ അപ്പം തന്നെ നേരെ വീട്ടിൽ റൂമിൽ പോയി കഴിഞ്ഞ് ആത്മഹത്യ ചെയ്താൽ മതിയായിരുന്നു. കാരണം ആത്മഹത്യ ഇതൊക്കെ പെട്ടെന്നുണ്ടാവുന്ന ഒരു തീരുമാനമാണ്, അല്ലെങ്കിൽ ഒരു തീരുമാനമാണ്. കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അതിൽ നിന്നൊക്കെ ഓവർകം ചെയ്യും എന്നുള്ളതാണ്. അതുമല്ല, പുള്ളി അങ്ങനെ ഒരു കൈക്കൂലി വാങ്ങിച്ചിട്ടില്ല എന്ന് പിന്നെ ആ കൈക്കൂലി വാങ്ങിച്ചു എന്നുള്ളത് തന്നെ ഒരു വ്യാജ പരാതിയാണെന്ന് പിന്നെ മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരിക്കലും ഒരു വ്യാജ ആരോപണം നടത്തി എന്നുള്ളതിൻ്റെ പേരിൽ പുള്ളി ഒരിക്കലും ആത്മഹത്യ ചെയ്യാൻ ചാൻസ് ഇല്ല. അതുമല്ല, ഇതൊക്കെ തരണം ചെയ്തുകൊണ്ട് പുള്ളി വീട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് എന്ത് ചെയ്തു, കാറെടുത്ത് നേരെ എന്ത് ചെയ്തു, റെയിൽവേ സ്റ്റേഷനിൽ പോയി പിന്നെ മുരുകേശ്വരം കോവിലിൻ്റെ അവിടെ വരെ ഇറങ്ങി എന്നുള്ളത് മാത്രമേ നമുക്ക് അറിയാവുള്ളൂ. അതിനുശേഷം പുള്ളിക്ക് എന്താണ് സംഭവിച്ചത് എന്നുള്ളതിനെ പറ്റി ഒരു വിവരവുമില്ല. അവൻ എങ്ങനെ തിരിച്ചു വന്നു, എങ്ങനെ റൂം തുറന്നു, എങ്ങനെ തൂങ്ങി, എന്നിട്ടും 4 മണി വരെ നിൽക്കുകയാണ് റൂമിൽ വന്നിട്ടും. യഥാർത്ഥത്തിൽ നവീൻ ബാബു മരിച്ചത് വെളുപ്പാങ്കാലം 4 മണി. അപ്പോൾ അത്രയും ഒരു കാലദൈർഘ്യം, അല്ലെങ്കിൽ അത്രയും ഒരു സമയദൈർഘ്യമുണ്ട്. അപ്പോഴൊക്കെ ഒരാൾക്ക് ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുക, അതൊക്കെ മാറിപ്പോകാനുള്ള സമയം ഒരുപാട് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ടതായിട്ടിരിക്കുന്നു. അപ്പോൾ ഇപ്പോൾ നവീൻ ബാബുവിൻ്റെ അപ്പം നമ്മൾ മുമ്പത്തെ വീഡിയോസൊക്കെ എൻ്റെ സംശയം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതൊരു ആത്മഹത്യ ആവാനുള്ള ചാൻസ് വളരെ കുറവാണ്. ഇതൊരു പിന്നെ എന്താണ് കൊലപാതകമാവാനുള്ള ചാൻസസ് ആണ്. എനിക്ക് ഇപ്പോഴും തോന്നുന്നത് അങ്ങനെ തന്നെയാണ്. അല്ലെങ്കിൽ അവർ അതിനുള്ള പ്രോപ്പറായിട്ടുള്ള കാരണങ്ങൾ അവർ നിരത്തണം, അല്ലേ? ഇവൻ ഇന്നടത്ത് പോയി, അവിടെ പോയി, ഇതിനിടയ്ക്ക് വെച്ച് മാതൃഭൂമിയിലോ അങ്ങനെ എന്തോ ഒരു കള്ള ന്യൂസ് വന്നു, ഇങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ അങ്ങോട്ട് പോയിരുന്ന ഒരു ഫോട്ടോ സഹിതം വെച്ച് അങ്ങനെ ഒരുപാട് മാനിപ്പുലേഷൻസ് ഇതിനകത്ത് നടന്നിട്ടുണ്ട്. ഇപ്പോൾ നവീൻ ബാബുവിൻ്റെ ഭാര്യയ്ക്ക് തന്നെ ഇത് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അവർ കോടതിയിൽ എന്ത് ചെയ്തു, ഇത് CBIക്ക് കൈമാറണം എന്നുള്ള രീതിയിൽ ഒരു ഹർജി നൽകിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എനിക്ക് തോന്നുന്നു അത് ഈ 2 ദിവസത്തിനകത്ത് അതിൻ്റെ ഉത്തരവ് വരും, എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളത്. പക്ഷെ ഇവിടെ ഞാനിതിപ്പോൾ പറയാൻ വന്നത്, ഈ നമ്മുടെ റിട്ടയേർഡ് SP ജോർജ് ജോസഫ്, പുള്ളിയുടെ ഒരു ഇൻ്റർവ്യൂ കണ്ടു. പുള്ളി അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് ഒരാൾ പിന്നീട് ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഇപ്പോൾ ഈ നമ്മൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ആ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന ഹാങ് ചെയ്തു, അതായത് തൂങ്ങിയത് കൊണ്ടാണ് മരണം, ഹാങ് ചെയ്തത് കൊണ്ടാണ് മരണം എന്നുള്ളതാണ്. പക്ഷേ അത് ആരെങ്കിലും മയക്കി കിടത്തിയിട്ട് കെട്ടിത്തൂക്കിയതാണോ എന്നുള്ളത് അറിയത്തില്ല. ഈ പുള്ളിയുടെ ദേഹത്ത് എന്തെങ്കിലും ഈ പറഞ്ഞതുപോലെ പാടുണ്ടോ, അങ്ങനെയൊന്നും അറിയത്തില്ല. എന്തെങ്കിലും ക്ഷതങ്ങൾ ഏറ്റിട്ടുണ്ടോ ഒന്നും അറിയാൻ പാടില്ല. കാരണം ഇൻക്വസ്റ്റ് തയ്യാറാക്കിയപ്പോൾ അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം തയ്യാറാക്കിയപ്പോഴൊന്നും ഈ പറയുന്ന ഒരു ബന്ധുക്കളെയോ ഒന്നും അവർ സ്വന്തമായിട്ട് അവരുടെ സ്വമേധയാ അവരങ്ങ് എന്ത് ചെയ്തു, ഇൻക്വസ്റ്റും തയ്യാറാക്കി അവർ ഈ പറഞ്ഞ പോലെ എന്ത് ചെയ്തു, പോസ്റ്റ്മോർട്ടം ചെയ്ത് അവർ തന്നെ പറയുന്ന ഒരു ഇതാണ്. നമ്മളതിൽ ഇപ്പം ബോഡിയില്ല, ബോഡി എന്ത് ചെയ്തു, ദഹിപ്പിച്ചത് കൊണ്ട് തന്നെ അതിനൊരു പോസ്റ്റ്മോർട്ടം ചെയ്യാനുള്ള വകുപ്പുമില്ല. അപ്പോൾ അവർ പറയുന്നത് വിശ്വസിക്കാനേ പറ്റില്ല. കാരണം ഭാര്യയോ അല്ലെങ്കിൽ ബന്ധുക്കളോ ആരും കണ്ടില്ല. മരണത്തിന് ശേഷം പുള്ളി എങ്ങനെയാണ് ഇരുന്നത്, പുള്ളിയുടെ ദേഹത്ത് എന്തെങ്കിലും മുറിവോ ചതുവോ മുറിവിൻ്റെ പാടുകളോ ഉണ്ടെന്ന് ആർക്കും അറിയത്തില്ല. ഇവർ പറയുന്നത് നമ്മൾ വിശ്വസിക്കേണ്ടതായിട്ടിരിക്കും. അപ്പോൾ ഇനി നമുക്ക് അങ്ങോട്ട് പിന്നെ ചെയ്യാനുള്ളതാണ്, ഈ ഇപ്പം അതായത് തൂങ്ങിയത് കൊണ്ടാണ് മരണം എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കിടക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ പറ്റത്തില്ല, അത് വിശ്വസിച്ചേ പറ്റുള്ളൂ. ഇനി മയക്കി കിടത്തിയതിന് ശേഷമാണോ ഇയാളെ തൂക്കിയതാണ്, എന്നാലും പിന്നെ തൂങ്ങി മരിച്ചു എന്ന് തന്നെയാണ് വരുന്നത്. അപ്പോൾ ഈ റിട്ടയേർഡ് SP ജോർജ് ജോസഫ് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഈ തൂങ്ങി നിൽക്കുമ്പോൾ അല്ലെങ്കിൽ മരണപ്പെട്ട് ആത്മഹത്യ ചെയ്യുമ്പോൾ കാണുന്ന കുറച്ച് സിംറ്റംസ്, അത് നിങ്ങൾ ആദ്യം കേട്ട് നോക്കൂ. ഇതിൽ തുടക്കം മുതലേ ഞാൻ സംശയം ഉന്നയിക്കുന്നത്, കാരണം ആത്മഹത്യ ചെയ്യുമെന്നൊരു പ്രതീക്ഷയില്ലാത്ത വ്യക്തിയാണ്. കാരണം അദ്ദേഹത്തിന് ആ സെൻഡ് ഓഫ് സമയത്ത് അവമാനിച്ചു, അപ്പം ആ വേദന കൊണ്ട് ആത്മഹത്യ ചെയ്തു എന്നുള്ള രീതിയിലാണ് ഇതുവരെ പോലീസിൻ്റെ അന്വേഷണം മുന്നോട്ട് പോയത്. പക്ഷേ ആ സ്റ്റേജ് കഴിഞ്ഞ് അദ്ദേഹം ആ മുറി വിട്ട് താക്കോല് ഡ്രൈവറെ ഏൽപ്പിച്ച്
ബാഗുമായിട്ട് 8:50 ട്രെയിന് പോകാൻ പോയി. റെയിൽവേ സ്റ്റേഷൻ തൊട്ടടുത്തുള്ള മുനീശ്വർ കോവിലിന്റെ അവിടെ വെച്ച് അദ്ദേഹം ഇറങ്ങിയെന്നാണ് ആ ഡ്രൈവർ പറയുന്നത്. പിന്നെ എന്ത് സംഭവിച്ചു എന്ന് വളരെ ദുരൂഹമാണ്. പിന്നെ സംഭവിച്ച കാര്യത്തെപ്പറ്റി ഒരു വ്യക്തത ഇതുവരെ ഇല്ല. കാരണം വീട് വിട്ട് അല്ലെങ്കിൽ മുറി പൂട്ടി ഏൽപ്പിച്ച് പോയ ഒരു മനുഷ്യൻ ഭാര്യയും മക്കളും റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കാൻ പറഞ്ഞ് 5 മണിക്ക് അവിടെ എത്തും. അപ്പൊ അത് ആ വീട്ടുകാരെ വിളിച്ച് അറിയിക്കുന്ന സമയം വരെ ആത്മഹത്യയുടെ ഒരു ലാഞ്ചന പോലും ഇല്ല. അതേസമയത്ത് പിന്നീടുള്ള കാര്യം ദുരൂഹമായിട്ട് ഇപ്പോഴും നിൽക്കുകയാണ്. എങ്ങനെയാണ് ഇദ്ദേഹം ഇയാൾ ഉപേക്ഷിച്ചു അല്ലെങ്കിൽ വീട് പൂട്ടിപ്പോയ വീടിനകത്ത് വന്നത്? അതേപ്പറ്റി ക്ലാരിറ്റി വേണം. പോലീസ് അത് കണ്ടെത്തിയിട്ടില്ല. അപ്പൊ ആരുടെ കൂടെ ഇങ്ങനെ വന്നു, അല്ലെന്നുണ്ടെങ്കിൽ ഏത് ഓട്ടോ പിടിച്ച് വന്നു, അല്ലെങ്കിൽ എങ്ങനെയാണ് ആ അടഞ്ഞു കിടന്ന വീട്ടിൽ കയറിയത്? അത് ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിരുന്നു. പക്ഷേ ഇങ്ങനെ ഈ ഇത്തരത്തിലുള്ള സംശയങ്ങൾ ഉന്നയിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പോലീസിനും അത്തരത്തിലുള്ള സംശയങ്ങൾ വന്നു കാണുമല്ലോ. എന്തുകൊണ്ടായിരിക്കും അങ്ങനെയെങ്കിൽ അതേക്കുറിച്ച് ലാസ്റ്റ് വിളിച്ചതാരാണ്, ആരാണ് വീട് തുറന്നത് എന്നതിനെ കുറിച്ച് അന്വേഷിക്കാതിരുന്നത്? ഒരുപക്ഷെ അന്വേഷിച്ചിട്ടുണ്ടാവുമോ? അന്വേഷിക്കാനുള്ള സാധ്യതയില്ല. കാരണം അതിനകത്ത് 2 കാര്യങ്ങളുണ്ട്. അത് വെളിയാരും അത് ചെയ്തവരാരും പറയത്തില്ല എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം പൂട്ടിയിട്ട് പോയ മുറി ആര് തുറന്നു? അത് ഇദ്ദേഹം തന്നെ തുറന്നു, അത് വെളിയിൽ നിന്ന് വന്നവർ തുറന്നു. പിന്നെ അവിടെ ആ മുറി പൂട്ടിപ്പോയ ആളുടെ വീട്ടിനകത്ത് അദ്ദേഹത്തിന് ഒരു പ്ലാസ്റ്റിക് കയറിലാണ് തൂങ്ങി നിൽക്കുന്നതെന്ന് പറയുന്നത്. അത് സ്വാഭാവികമായിട്ടും അതൊരു നാച്ചുറൽ ആയിട്ടുള്ള സൂയിസൈഡ് ആണോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നമ്മൾ കണ്ടില്ലെങ്കിലും അതിനകത്ത് ചില കാര്യങ്ങൾ വെളിയിൽ വരുന്നുണ്ട്. കാരണം ഒരു തൂങ്ങി നിൽക്കുന്ന ഒരാള്, ഞാനൊക്കെ എത്രയോ പേരെ തൂങ്ങി നിൽക്കുന്നത് കണ്ടിരിക്കുന്നു, ഇൻക്വസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. എനിക്കൊന്ന് നല്ലൊരു ശതമാനം ആൾക്കാരുടെ ഞാൻ ഇൻക്വസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട്, തൂങ്ങിക്കുന്നത് കണ്ടിട്ടുണ്ട്. ആ സയന്റിഫിക് ആയിട്ട് അതിനകത്ത് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അതിവിടെ ഉണ്ടോ? വളരെ പ്രസക്തമായ കാര്യമാണ്. ഒന്ന്, തൂങ്ങി നിൽക്കുന്ന ആള് കഴുത്തിന്റെ ഇടതുവശത്താണ് ആ കെട്ടെങ്കിൽ വലതുവശത്തെ കൗളിന്റെ ആ വലതുവശ സൈഡിൽ നിന്ന് സലൈവ താഴോട്ട് വരും. ആ സഫോക്കേഷൻ കൊണ്ട് വായിലുള്ള ആ സലൈവ താഴോട്ട് വരുന്നതാണ്. അത് കെട്ടിന്റെ ഓപ്പോസിറ്റ് സൈഡിലെ വായുടെ സൈഡിൽ കൂടെ താഴോട്ട് ഒലിച്ച് ഷർട്ട് ആണെങ്കിൽ ഷർട്ടിലിരിക്കുന്ന ഷർട്ടില്ലെങ്കിൽ ദേഹത്തിലെ വസ്ത്രമൊന്നും ഇല്ലെങ്കിൽ ദേഹത്തുണ്ടാവും. ഇത് എല്ലാ സൂയിസൈഡും ഞാൻ കണ്ടിട്ടുണ്ട്. അത് നമ്മളൊക്കെ ക്ലാസ് എടുത്ത് പഠിക്കുമ്പോഴൊക്കെ അങ്ങനെയാണ്. ഫോറൻസിക്കാർ പഠിപ്പിക്കുമ്പോഴും അല്ലെങ്കിൽ ഫോറൻസിക് ബുക്സിലൊക്കെ അങ്ങനെയാണ്. മറ്റൊരു കാര്യം, സാധാരണഗതിയിലെ മലം വെളി പോകും, പ്രഷറുണ്ട്, യൂറിൻ പോകും. ഇദ്ദേഹത്തിന് ഇത് പോയിട്ടുണ്ടോ എന്ന് നോക്കേണ്ടിയിരിക്കുന്നു. അതേസമയത്ത് അദ്ദേഹത്തിന് സെമൻ പോയിട്ടുണ്ടോ എന്ന് നോക്കണം. ഇതൊക്കെ സാധാരണ ഒരു സൂയിസൈഡിന് അത് കാണുന്ന കാര്യങ്ങളാണ്. അപ്പൊ അത് ഇവിടെ അതേപ്പറ്റി ഒന്നും ഇതുവരെ ആരും വെളി പറയുന്നില്ല, പോസ്റ്റ്മോർട്ടം വെളി കാണിക്കുന്നില്ല, അത് സീക്രട്ട് ആയിട്ട് വെച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഈ സിംറ്റംസ് ഒക്കെ കാണിക്കുന്നുണ്ടോ ഇല്ലെന്നുണ്ടെങ്കിൽ അൺകോൺഷ്യസ് ആയിട്ട് കിടന്ന ഒരാളെ തൂക്കിയതാണോ എന്നൊരു സംശയം വരുന്ന കാര്യം അവിടെയാണ്. ഓക്കെ, അതുകൊണ്ടാണ് കാരണം അതിനകത്ത് അവർ പറയുന്നത് എന്താണ്, വളരെ വ്യക്തമായിട്ട് പുള്ളി പറയുന്നത്, ഇങ്ങനെ ഈ പറയുന്ന തൂക്കിൽ ഏറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ എന്താണ്, മലം, കഫം, അതുപോലെ മൂത്രം, പിന്നെ സെമൻ വരെ പോകാനുള്ള ചാൻസസ് ഉണ്ട്. അതൊരു ഇടത് സൈഡിലാണ് കെട്ടെങ്കിൽ വലത് സൈഡിലോട്ട് സലൈവ വരാനും ഒക്കെ ചാൻസ് ഉണ്ട് എന്നുള്ള രീതിയിൽ വളരെ അയാൾ അതിനകത്ത് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടോ. കുറേ കാര്യങ്ങളെല്ലാം നമുക്കത് പുള്ളി ഒരു റിട്ടയർഡ് SP ആണ്. ഒരുപാട് മരണങ്ങൾ, ആത്മഹത്യയിലൊക്കെ കേസൊക്കെ എന്ത് ചെയ്തു അന്വേഷിച്ച് കണ്ടെത്തിയ വ്യക്തി. അതുകൊണ്ട് തന്നെ പുള്ളിക്ക് വളരെ കൃത്യമായിട്ട് പുള്ളിക്കറിയാം. അതുപോലെ അവർ പറയുന്നുണ്ട്, അവരുടെ പ്രാക്ടീസ് സെക്ഷനിൽ ഈ പോലീസ് ആവുന്നതിന് മുമ്പ് അവർക്ക് ട്രെയിനിങ് ഉണ്ടല്ലോ, അവിടെയൊക്കെ ഈ ആത്മഹത്യ എങ്ങനെയാണ് കേസ് തെളിയിക്കാനുള്ളത് എന്നതിനെ കുറിച്ചൊക്കെ അവർക്ക് ക്ലാസ്സും കാര്യങ്ങളൊക്കെ. അപ്പോൾ അവിടെയൊക്കെ ഇങ്ങനെ ഞാനിപ്പോൾ എനിക്കൊരു പുതിയ അറിവാണ്, ഈ സെമൻ വരെ വരും എന്നുള്ളത് എനിക്കൊരു പുതിയ അറിവാണ്. മനസ്സിലായി, സെമൻ വരെ പുറത്താവും എന്നുള്ളത് എനിക്കൊരു പുതിയ അറിവാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സത്യം പറഞ്ഞാൽ ഇതൊരു കൊലപാതകം തന്നെയാണെന്നാണ് എനിക്ക് വീണ്ടും നമുക്ക് മുന്നിലോട്ട് വരുന്ന തെളിവുകൾ കണ്ടുകൊണ്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത്. ഇതൊരു കൊലപാതകം തന്നെയാണ്. മനസ്സിലായത് അത് ഏതായാലും ഈ പറയുന്ന നവീൻ ബാബുവിൻ്റെ ഭാര്യയ്ക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. പക്ഷെ കുറച്ച് വൈകിപ്പോയി. ആദ്യമേ ഇവർ എന്ത് ചെയ്യാമായിരുന്നു, എന്താണ് ഇതിനെക്കുറിച്ച് ഹർജി കൊടുക്കുക. കാരണം സമയം കഴിയും തോറും ഇതിലൊക്കെ നഷ്ടപ്പെട്ടു പോകാൻ അല്ലെങ്കിൽ നശിക്കപ്പെടാൻ ഒരുപാട് ചാൻസസ് ഉണ്ട്. മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഇതിന് മുമ്പ് ഇതൊക്കെ ചെയ്യേണ്ടതായിരുന്നു. അപ്പോൾ എന്തായാലും അവരിപ്പം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്ന ജോർജ് ജോസഫ് പറയുന്ന രീതി അനുസരിച്ചാണെങ്കിൽ ഇത് വീണ്ടും ഒരു ആത്മഹത്യയിലേക്ക് തന്നെയാണ്, ഒരു കൊലപാതകത്തിലേക്ക് തന്നെയാണ് വിരൽ ചൂണ്ടുന്നത്. പുള്ളി 4 മണി വരെ, അതായത് അച്ഛനും വീട്ടുകാരെയൊക്കെ വിളിച്ചു വരുത്തി ഈ പറഞ്ഞതുപോലെ എന്താണ് റെയിൽവേ സ്റ്റേഷനിൽ കാത്തു നിൽക്കാൻ പറയേണ്ട ആവശ്യമില്ലായിരുന്നു. അതുമല്ല, അതിന് തിരിച്ചു വന്ന് 4 മണി വരെ പുള്ളി എവിടെയായിരുന്നു, ഈ പുള്ളിയുടെ കൂട്ടത്ത് ആരൊക്കെ ഉണ്ടായിരുന്നു, പുള്ളിക്ക് ആ സമയത്ത് ആരൊക്കെ എന്തൊക്കെ ടോർച്ചർ ചെയ്തു, ഏത് രീതിയിലാണ് പുള്ളിയെ കെട്ടിത്തൂക്കിയത് എന്നതിനെക്കുറിച്ചൊക്കെ വ്യക്തത കൊണ്ടുവരണം. ഇതിനെക്കുറിച്ചൊന്നും ഇതുവരെ കേട്ടോ അന്വേഷിച്ചിട്ടില്ല എന്നതാണ് ഇപ്പം അറിയാൻ സാധിക്കുന്നത്. ആ പ്രശാന്തിനെ കേസിൽ പെടുത്തിയിട്ട് പോലുമില്ല എന്നുള്ളത് അറിയുന്നു. ഇവർക്കൊക്കെ എത്ര ഫോൺ നമ്പറുണ്ട്, വേറെ ഫോൺ നമ്പറുണ്ടോ, അവരുടെ കോൾ ഡീറ്റെയിൽസ് അതൊന്നും എടുത്തിട്ടില്ല. അതൊന്നും നമ്മൾ അറിയുന്നില്ല. അല്ലെങ്കിൽ നിങ്ങൾ ഒരു വ്യക്തത വരുത്തണം. അപ്പോൾ ഈ വ്യക്തതയൊക്കെ വരണമെങ്കിൽ CBI അന്വേഷണം വന്നാലേ പറ്റത്തുള്ളൂ. CBI അന്വേഷണം ഉടനെ വന്ന് ഉടനെ അതിന് ഉത്തരവായി ഇതിനൊരു കുറ്റവാളികൾ ഉണ്ടെങ്കിൽ
അവർ പുറത്ത് കൊണ്ടിട്ട് അതല്ല അയാൾ ആത്മഹത്യയാണെങ്കിൽ അതിനുള്ള തെളിവ് നമുക്ക് കൺവിൻസിങ് ആവുന്ന രീതിയിലുള്ള തെളിവുകൾ വരട്ടെ. ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നു ഇതൊരു ആത്മഹത്യയല്ല, ഇതൊരു സ്വാഭാവിക മരണവുമല്ല, ഇതൊരു കൊലപാതകം തന്നെയാണ് എന്നാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. നിങ്ങളുടെ കമൻറ്റുകൾ നിങ്ങൾ രേഖപ്പെടുത്തും. നമുക്ക് വീണ്ടും കാണാം. ജയ് ഹിന്ദ്.